ദിവസം 15 മിനിറ്റ് നിങ്ങൾ പുസ്തകം വായിക്കാൻ എടുത്തു എന്ന് വിചാരിക്കുക. ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് ഈ ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് വായിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്നാൽ അതൊരു സത്യമാണ്. വായന എന്ന് പറയുന്നത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു മെൻ്റൽ എക്സസൈസാണ്. നമ്മുടെ ബ്രെയിനിലെ സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യാനും അതുപോലെ അതിനെ ഏറ്റവും ആക്റ്റീവാക്കി വെക്കാനും പറ്റുന്ന ഏറ്റവും നല്ലൊരു എക്സസൈസാണ് വായന എന്ന് പറയുന്നത്. നമ്മുടെ അറ്റൻഷനും ഫോക്കസും കോൺസെൻട്രേഷനും ഒപ്പം നമ്മളെ എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ വൈസായിട്ട് തീരുമാനങ്ങൾ എടുക്കണം എന്ന് വരെ തീരുമാനിക്കുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നതിനും നമ്മൾ വായിക്കുന്നതും സെലക്ട് ചെയ്യുന്നതായിട്ടുള്ള പുസ്തകങ്ങൾക്ക് പങ്കുണ്ട്. ഇത് വർഷങ്ങളോളം മനുഷ്യന്മാർ അത് പ്രാക്ടീസ് ചെയ്ത് പരീക്ഷിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. വായന നമ്മളെ ചിന്തിപ്പിക്കാൻ മാത്രമല്ല. ഇപ്പോൾ റീസെൻ്റ് ഒരു സ്റ്റഡി യുകെയിലെ യൂണിവേഴ്സിറ്റി ഓഫ് സസെക്സ് ചെയ്തൊരു സ്റ്റഡി അനുസരിച്ചിട്ട് മനുഷ്യൻ്റെ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡ് വായിക്കലാണെന്നാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. പാട്ട് കേൾക്കുന്നതിനേക്കാളും നടക്കുന്നതിനേക്കാളും എഫക്റ്റീവായിട്ട് 60% എഫക്റ്റീവായിട്ട് വായനയ്ക്ക് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റുമെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, ഞാൻ എങ്ങനെയാണ് വായിക്കണത്, എങ്ങനെ ഇത്ര അധികം പുസ്തകങ്ങൾ വായിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഞാൻ 3 കാര്യങ്ങളാണ് പുസ്തകം വായിക്കണതിൽ എൻ്റേതായിട്ടുള്ളൊരു ഫിലോസഫി. ഇത് നിങ്ങൾക്കും യൂസ് ചെയ്യാം. ഞാനത് പല ആൾക്കാരുടെ അടുത്തും ഷെയർ ചെയ്തിട്ടുള്ളതാണ്. 1, വൈ ഐ റീഡ് എന്നുള്ളത് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനൊരു പുസ്തകം എടുക്കുന്നതിന് മുമ്പ് ആ പുസ്തകത്തിന് എൻ്റെ ഇപ്പോൾ ഉള്ളതായിട്ടുള്ള അവസ്ഥയിൽ എങ്ങനെ അതിനെ സഹായിക്കാൻ പറ്റുമെന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്ററാണ്. വൈ ഐ റീഡ്, അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ ടോപ്പിക്ക് എന്തുകൊണ്ട് ഞാൻ ഇന്ന് വായിക്കണം എന്നുള്ള ഒരു തിയറി. ഞാനങ്ങനെ ഒരു റാൻഡം എല്ലാ കിട്ടിയ പുസ്തകങ്ങളും എടുത്ത് വായിക്കുന്ന ഒരാളല്ല. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് വെരി ബിസിനസ്സിലെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങളാണ്. കാരണം ഞങ്ങളിപ്പോൾ നാട്ടിൽ തുടങ്ങാൻ പോണ സ്റ്റാർട്ടപ്പും അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലും എല്ലാം എനിക്ക് കുറച്ചും കൂടി വ്യക്തത വരുത്താനായിട്ട് ഞാൻ അത്തരം പുസ്തകങ്ങളാണ് ഇപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. വൈ എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഹൗ ഐ റീഡ് എന്നുള്ളത്. പുസ്തകം പല രീതിയിലും വായിക്കാം. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു സ്കാൻ ചെയ്യാം, നമുക്ക് സ്കിം ചെയ്യാം, അതായത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുക്കാം, നമുക്കൊരു എക്സ്റ്റെൻസീവായിട്ട് വായിക്കാം, ഒരു വെരി ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കാം, ഒരു സ്റ്റഡി പർപ്പസിന് വായിക്കാം, ക്രിട്ടിക്കലി വായിക്കാം. അങ്ങനെ പല സ്റ്റൈലിലും നമുക്കൊരു പുസ്തകം വായിക്കാൻ പറ്റും. എൻ്റെ ഒരു സ്റ്റൈല്, ഞാനൊരു ഡീപ്പ് റീഡറാണ്. ഞാൻ വായിക്കുമ്പോൾ നോട്ട് എഴുതുന്ന ഒരാളാണ്. ഞാനത് ആ നോട്ട് എഴുതി ഞാനത് റിവ്യൂ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ എൻ്റേതായിട്ടൊരു സ്റ്റൈൽ ഓഫ് റീഡിംഗ് ഉണ്ട്. ഞാൻ ഈ റീഡിംഗ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റിലും ഒത്തിരി സ്റ്റഡി ചെയ്തിട്ടുള്ളത്. ഒത്തിരി ഫാസ്റ്റ് റീഡിംഗ് പഠിക്കാൻ നോക്കിയിട്ടുണ്ട്. പല മെമ്മറൈസേഷൻ ടെക്നിക്സും ഞാൻ പ്രാക്ടീസ് ചെയ്യണതും പഠിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ അതിനെപ്പറ്റി പിന്നീടൊരു വീഡിയോ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെ ഞാൻ പുസ്തകം വായിക്കുന്നു എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും പ്രാധാന്യമുള്ള ആളാണ്. കാരണം നമുക്ക് എല്ലാ പുസ്തകങ്ങളും ഒരേ സ്പീഡിൽ ചിലപ്പോൾ വായിക്കാൻ പറ്റില്ല. എല്ലാ പുസ്തകങ്ങളും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റില്ല. ചില പുസ്തകങ്ങൾ കൂടുതൽ സമയം വേണ്ടി വരും. അത്തരം കാര്യങ്ങളെല്ലാം ഞാനും കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പോൾ വൈ എന്നതുപോലെ തന്നെ ഹൗ എന്നതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയാണ് ദെൻ വാട്ട് എന്നുള്ളത്. ഇപ്പോൾ ഞാനൊരു പുസ്തകം വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വായിക്കണ ഒരു കണ്ടൻറ്റ് കൊണ്ട് ഇനി എന്താണ് ഞാൻ ചെയ്യാൻ പോകുക എന്നുള്ളത് അത് ഞാൻ പ്രാക്ടിക്കലി ഒത്തിരി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കാറുള്ളതാണ് ആ കിട്ടുന്ന മെസ്സേജ്. ഇപ്പോൾ ഞാൻ പഠിക്കണ പോലെയാണ് എന്നെ സംബന്ധിച്ച് പുസ്തകം വായിക്കുമ്പോൾ. ഞാനൊരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഒരു സർട്ടൺ ടൈം കഴിഞ്ഞാൽ ഞാനത് റിവ്യൂ ചെയ്യും, അതിലെടുത്ത നോട്ടുകളൊന്നും കൂടിയും വായിക്കും. ഇറ്റ്സ് എൻ ആക്റ്റീവ് പ്രോസസ്സ്. കാരണം നമ്മൾ ഇന്നത്തെ സമയത്ത് നമ്മൾ ഈ സ്ക്രോൾ ചെയ്ത് സമയം കളയണേക്കാളും റീൽസ് എല്ലാം കണ്ട് നമ്മുടെ ഇറ്റ്സ് എ പാസീവ് പ്രോസസ്സാണ് ഈ സ്ക്രോളിങ്ങും സോഷ്യൽ മീഡിയയും ഈ ഇൻസ്റ്റാഗ്രാമും എല്ലാം. പക്ഷേ റീഡിങ് വെരി ആക്റ്റീവാണ്. നമ്മുടെ ബ്രെയിൻ കംപ്ലീറ്റ്ലി ഫങ്ഷനിങ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്കൊരു സംഭവം വായിക്കാനും അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും പറ്റുള്ളൂ. നിങ്ങൾക്ക് വായനാശീലം ഇല്ലാത്ത ആളുകളാണെങ്കിൽ ചിലപ്പോൾ ഇതൊരു സമയമായിരിക്കാം തുടങ്ങാനായിട്ട്. നിങ്ങൾ കുറച്ച് പുസ്തകങ്ങൾ വായിച്ച് തുടങ്ങിയാൽ മതി, അല്ലെങ്കിൽ കുറച്ച് പേജുകൾ വായിച്ച് തുടങ്ങിയാൽ മതി. അതൊരു കോമ്പൗണ്ടിങ് എഫക്റ്റാണ്. നമ്മൾ ആ വായിക്കണത് നമ്മൾ കാലക്രമേണ നമ്മളുടെ സ്പീഡ് കൂടും, നമുക്ക് ഒത്തിരി അറിവ് കിട്ടും. നമുക്കത് നമ്മുടെ ജീവിതത്തിൽ പല ആംഗിളുകളിലും നമുക്ക് അത് അപ്ലൈ ചെയ്യാനും പറ്റും. നമുക്ക് മറ്റുള്ള ആൾക്കാരെ ഒത്തിരി സഹായിക്കാൻ പറ്റും. വായന നമുക്ക് തരുന്ന കോൺഫിഡൻസ് വളരെ വളരെ വലുതാണ്. അപ്പോൾ ഈ വായന എന്ന് പറയുന്ന ആ ഒരു പ്രവൃത്തി, ഇപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ നാട്ടിലെ ദേശീയ വായനാ ദിനം ആയതുകൊണ്ട് ഞാനിതിങ്ങനെ പറഞ്ഞു എന്നുള്ളൂ.
ഞാൻ കഴിഞ്ഞ 1 വർഷം 2 വർഷത്തോളമായിട്ട് വായിച്ചു കൊണ്ടിരിക്കുന്ന ഒത്തിരി പുസ്തകങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട 100 പുസ്തകങ്ങളും അതിൽ നിന്ന് ഒരു ടേക്ക് അവേ എന്താണെന്നുള്ളതും ആയിട്ടൊരു PDF ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു കോപ്പി വേണമെങ്കിൽ ഇതിൻ്റെ താഴെ റീഡ് ടു വിൻ എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വായിച്ച ആ 100ഓളം പുസ്തകങ്ങളുടെ ഏകദേശം 100 പുസ്തകങ്ങളുടെ പേരും അതിൽ നിന്നുള്ളൊരു ടേക്ക് അവേ. ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണ്ടൻ്റ് ആയിരിക്കില്ല ആ ഉള്ളിലുള്ളത്. ചിലപ്പോൾ ആ ഒരു ടേക്ക് അവേ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് വായിക്കാതിരിക്കുകയായിരിക്കാം. നിങ്ങൾക്ക് അതിനു വേണ്ടി സമയം കളയണ്ടായിരിക്കാം. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിന് താഴെ റീഡ് ടു വിൻ എന്ന് പറയുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനത് നിങ്ങൾക്ക് കോപ്പി തരാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വായിക്കുക. ഈ PV പണിക്കർ തന്നെ പറഞ്ഞ പോലെ വായിച്ച് വളരാം, ചിന്തിച്ച് ജീവിക്കാം. വായന അത്രയും പവർഫുള്ളാണ്. നിങ്ങൾക്കൊരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾക്ക് ഇല്ലെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ എന്നെല്ലാം ഡിറ്റാച്ച് ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഓൾവേസ് നമുക്ക് ആ പ്ലഷർ മാറ്റിയെടുക്കാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു ഉപാധി എപ്പോഴും വായനയാണ്. അപ്പോൾ നമുക്ക് വായിച്ച് വളരാം, ചിന്തിച്ച് ജീവിക്കാം. താങ്ക് യു.